പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ രക്ഷിതാവായ, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ യേശു കർത്താവ് തിരുവാമൊഴി ചൊല്ലി നമ്മളോട് പറയുകയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നവനെ ദൈവം കരുണയോടെ അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് യേശു കർത്താവ് തൻ്റെ വാമൊഴിയായി പറയുന്ന വാക്യമാണ് നാം വായിച്ചത്. അവൻ പുരുഷാരത്തെ കണ്ട്, അന്ന് ആ കാലഘട്ടത്ത് യേശു കർത്താവ് പോകുന്നിടത്തൊക്കെ വളരെ പുരുഷാരമുണ്ട്. ആ പുരുഷാരത്തെ കണ്ട് അവർക്ക് എല്ലാവർക്കും പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി യേശു ഒരു മലയുടെ മുകളിൽ കയറി അവിടെ ഇരുന്ന ശേഷം ആ തിരുവാമൊഴി ഒഴിഞ്ഞ് എല്ലാവരോടും പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, എനിക്ക് ദൈവവചനത്തെ പറ്റി കുറച്ചാണ് അറിവുള്ളൂ എന്ന് ഒരു ബോധ്യം നമുക്കുളവാകുന്നതാണ് നമുക്കുള്ള വലിയ അറിവ്. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ നിന്ന് കിട്ടുവാനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഹല്ലേലൂയ നമ്മൾ ഇരിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് യേശു പറയുകയാണ്. ആത്മാവിൽ ദരിദ്രൻ, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ട്. ദരിദ്രൻ ആവുമ്പോൾ അവനെന്താണ്? അവൻ്റെ ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടി അവന് കഠിനാധ്വാനം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ ദൈവവചനത്തിൽ നമ്മൾ ദരിദ്രനാണെന്ന് നമുക്ക് തോന്നുമ്പോൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൽ നിന്ന് വചനങ്ങളെ പഠിക്കുവാൻ അവൻ്റെ പാദപീഠത്തിലിരുന്ന് അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി നമ്മൾ ജീവിക്കുന്നു എങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്, അവർക്കാണ് സ്വർഗരാജ്യം ഉള്ളത് എന്ന് യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്. രണ്ടാമത് യേശു കർത്താവ് പറയുകയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന്, ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് നമ്മൾ നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പറയുകയാണെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്, നമുക്ക് ആശ്വാസം ലഭിക്കും എന്നാണ് യേശു കർത്താവ് നമ്മളോട് പറയുന്നത്. യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് നിത്യമായ സമാധാനം നമുക്ക് തരുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തവനാണ് യേശു കർത്താവ്. ആ കർത്താവ് നമ്മോട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് നീ കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമുക്ക് ആശ്വാസം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതാണ്. ദൈവം വളരെ ദയാലുവാണ്. ദൈവം കരുണയുള്ളവനാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മളോട് ദയ കാണിക്കും, ദൈവം നമ്മളോട് കരുണ കാണിക്കും. ദൈവം നമ്മുടെ ദുഃഖങ്ങളെ മാറ്റിക്കളയുന്ന ദൈവമാണെന്ന് യേശു കർത്താവ് വാമൊഴിയായി നമ്മോട് പറയുകയാണ്. വീണ്ടും പറയുകയാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നമ്മൾ സൗമ്യതയോടെ മറ്റുള്ളവർ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ നമ്മൾ ഭൂമിയെ അവകാശമാക്കുമെന്ന് ദൈവം പറയുകയാണ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നിനക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു ബോധ്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന്, ദൈവമേ എനിക്ക് വേണ്ടി നീ നീതി നടപ്പാക്കണമേ, ഹല്ലേലൂയ, രാജാതിരാജാവായ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൊന്ന് മുട്ടുമടക്കി അവരോട് ചോദിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി നീതി നടപ്പാക്കി തരുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരുകയാണ്. വീണ്ടും യേശു പറയുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് കരുണയും ഹല്ലേലൂയ അനുകമ്പയും ഹല്ലേലൂയ നമ്മുടെ സഹജീവികളോട് നമുക്ക് കരുണയുള്ളവരാണെങ്കിൽ ദൈവം പറയുകയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എല്ലാ മൃഗങ്ങളും ഹല്ലേലൂയ എല്ലാവരും എൻ്റെ സൃഷ്ടിയാണ്, ഞാനാണ് അവരെല്ലാം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ അവരോട് നിനക്ക് കരുണയുണ്ടെങ്കിൽ എന്താണ്? ഞാൻ നിനക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ
ദൈവത്തെ കാണണമെങ്കിൽ ഒരു ആലയത്തിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ദൈവം നമ്മോട് പറയുകയാണ്, നിനക്ക് ഹൃദയശുദ്ധി ഉണ്ടോ, നീ ദൈവത്തെ കാണും. അതാണ് ദൈവത്തെ കാണുവാനുള്ള ഏക പോംവഴി. നമ്മുടെ ഹൃദയം ശുദ്ധിയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. അതാണ് യേശു കർത്താവ് ദാനിയേൽ പ്രവചനത്തിൽ പറയുകയാണ്, ഞാൻ അവനെ തൂക്കി നോക്കി, അവൻ കുറവുള്ളതായി കണ്ടു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ തൂക്കി നോക്കുമ്പോൾ നമ്മൾ കുറവുള്ളവരായി കാണുമോ? അങ്ങനെ നമ്മൾ കുറവുള്ളവരായി കാണാതിരിപ്പാൻ ഹല്ലേലൂയ നമ്മൾ ഹൃദയശുദ്ധിയോടെ നമ്മുടെ കുറവുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ ദിനം പ്രതി നമ്മൾ ഏറ്റുപറഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് ദൈവം നമ്മെ പറയുകയാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഭവനത്തില്, നമ്മുടെ ഗ്രാമത്തില്, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. യേശു കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തത് എന്താണ്? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ഞാൻ എൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് തരുമെന്നല്ല, ഞാൻ എൻ്റെ ഭവനം നിങ്ങൾക്ക് തരുമെന്നല്ല യേശു കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തത്. യേശു കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തത് നമുക്ക് സമാധാനമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവന്റെ ജീവിതത്തിൽ സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമുക്ക് സമാധാനം തരുന്നത്. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, യേശു കർത്താവ് പറയുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദൈവത്തിന് വേണ്ടി നമ്മൾ നീതി പ്രവർത്തിച്ച്, നീതി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ആ സത്യസന്ധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മെ മറ്റുള്ളവര് ഉപദ്രവിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നീതിക്ക് വേണ്ടി നാം നിലനിർത്ത് മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കുമ്പോൾ ഹല്ലേലൂയ ആ ഉപദ്രവം നമ്മൾ സഹിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവരാജ്യം, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ. നീതിയും സത്യവും ഹല്ലേലൂയ അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. യേശു കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്നത് നീതിയോടെ, ന്യായത്തോടെയാണ്. നീതിയും ന്യായവും വിശുദ്ധതയും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിലുടനീളം ഹല്ലേലൂയ നീതിയോടെ, സത്യസന്ധതയോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ നമ്മൾ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ കാണും, നമ്മൾ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. യേശു കർത്താവ് പറയുകയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഹല്ലേലൂയ ദുഃഖത്തോടെ യേശു കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിരുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് ദൈവമേ നീ ഒരു അറുതി വരുത്തണമെന്ന് യേശുവിനോട് കരഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവന്റെ ആണിപ്പെടുത്തേറ്റ കരം വെച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ അവൻ ശക്തനാണ്. അവൻ നമ്മെ അനുഗ്രഹിക്കും. അവൻ അങ്ങനെ നീതിക്ക് വേണ്ടി ഹല്ലേലൂയ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന്, യേശുവിന്റെ സന്നിധിയിൽ വന്ന, നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ സന്നിധിയിൽ വന്ന് നമ്മൾ ദുഃഖിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? അവന്റെ സന്നിധിയിൽ വന്ന് കണ്ണുനീർ വീഴിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അവന്റെ ആ ശക്തി ഹല്ലേലൂയ, അവന്റെ ആ വലിയ കൃപ ഹല്ലേലൂയ നമ്മുടെ മേൽ വരട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമായിരിക്കാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും ഹല്ലേലൂയ, നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ, നമുക്ക് നീതിക്ക് വേണ്ടി നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് കാര്യത്തിനും നമുക്ക് ധൈര്യത്തോടെ ചെല്ലുവാൻ കഴിയുന്നത് യേശു കർത്താവിൻ്റെ അടുത്താണ്. അങ്ങനെ നമ്മൾ യേശു കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമുക്ക് കരുണ ലഭിക്കും, നമുക്ക് സമൃദ്ധി ലഭിക്കും, നമുക്ക് സമാധാനം ലഭിക്കും. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.